നിങ്ങൾ ഈ കാണുന്ന സൺബസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റെട്രോ സൺബസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ തെറിച്ച് വരുന്ന എഫക്റ്റ് ഇല്ലേ, ആ ഒരു എഫക്റ്റ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും അത് വൈറലാണ്. ഞാനും അത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്കും ഐ ക്യാച്ച് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണിത്. ഇത് നമുക്ക് ഫോട്ടോഷോപ്പിൽ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് 1080p റെസൊല്യൂഷൻ കാണാൻ പറ്റും. ഇതിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഫിലിംസിൽ വന്നു കഴിഞ്ഞാൽ ഫിലിംസ് ആൻഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ 1920x1080 എന്ന് പറയുന്ന റെസൊല്യൂഷൻ, അതായത് 1080p റെസൊല്യൂഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റെസൊല്യൂഷനിൽ 300 കൊടുക്കുക. 300 കൊടുത്തിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വരുമ്പോൾ റൂളറിൻ്റെ കുറച്ച് ഗൈഡുകൾ കാണാൻ പറ്റും. ഈ ഗൈഡ്സ് കളയാനായിട്ട് ഈ റൂളറിൻ്റെ ഏതെങ്കിലും ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ഗൈഡ്സ് ക്ലിക്ക് ചെയ്താൽ മതി. അതങ്ങ് പൊക്കോളും കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എടുക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിൽ വന്നിട്ട് ചെറിയൊരു കുഞ്ഞ് ഒരു സെലക്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ Ctrl+Shift+N പ്രസ് ചെയ്യുക. എന്നിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ താഴെ വന്നാൽ കളർ സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഫോർഗ്രൗണ്ട് കളറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കളർ പിക്കറിൻ്റെ ഒരു പാലറ്റ് വരും. അതിനകത്തുനിന്ന് ഞാനിവിടെ റെഡ് ചൂസ് ചെയ്യുകയാണ്. ഒരു റെഡ് ഞാനിവിടെ എടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് കളർ റെഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടൂൾസിൽ നിന്നും ബക്കറ്റ് ടൂൾ എടുക്കുക. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഈ ഒരു സെലക്ഷൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു പെയിൻറ്റ് ഫില്ലാവും. എന്നിട്ട് Ctrl+D പ്രസ് ചെയ്താൽ ആ ഒരു സെലക്ഷൻ അങ്ങ് പൊക്കോളും. ഇനി മൂവ് ടൂൾ എടുക്കുക. മൂവ് ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. Ctrl+J അടിച്ച് കോപ്പി എടുക്കുക. എന്നിട്ട് ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, തൊട്ടിപ്പുറത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് ഇനി ഒരു Ctrl+J കൂടി അടിക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ട് വയ്ക്കുക. ഇനി നടുക്കുള്ള ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അതായത് ഇവിടെ ലെയറിൻ്റെ സെക്ഷനിൽ വന്ന് നോക്കിയാൽ ഇവിടെ നടുക്കത്ത് ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഈ രണ്ടെണ്ണം കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+J അടിക്കുക. എന്നിട്ട് ഇതിനെ പതുക്കെ ഇങ്ങോട്ട് നീക്കുമ്പോൾ നടുക്കത്തെ ഒരു അളവ് അവിടെ കാണാം. കണ്ടോ, ഒരു ഗൈഡ് തരണം. കണ്ടോ, കറക്റ്റ് നിങ്ങൾക്ക് സെൻറ്റർ ആക്കി വെക്കാനായിട്ട് കണ്ടോ, ഗ്യാപ്പ് കറക്റ്റ് ആവാൻ വേണ്ടി ഒരു ഗൈഡ് അവിടെ വരുന്നുണ്ട്. ഇനി അവിടെ കൊണ്ട് വെച്ചിട്ട് അങ്ങ് വിടുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്ത് Ctrl+J അടിച്ചിട്ട് ഒന്നുകൂടി കോപ്പി എടുക്കുക. ഗൈഡ് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. Ctrl+J അടിക്കുന്നു. നമ്മൾ ഒന്നും കൂടി ഇതിനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ട് വയ്ക്കുന്നു. ഞാനിവിടെ ഈ ഒരു സെക്ഷൻ ഫുൾ അത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ടോപ്പിൽ കാണുന്ന ഈ റെഡ് എല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ മൂവ് ടൂൾ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സെലക്ട് ആവും. കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ലെയർ പാനലിൽ ഒന്ന് നോക്കിയേ, എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ഇത് എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആവാതെ നോക്കുക. എന്നിട്ട് Ctrl+E അടിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒരൊറ്റ ലെയറായിട്ട് അങ്ങ് മാറും. ഇനിയാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നേരെ ഇവിടെ ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. കണ്ടോ, ഡിസ്റ്റോർട്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോളാർ കോർഡിനേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈലിലുള്ള, അതായത് നമ്മുടെ സൺബസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലിലുള്ള ഒരു എഫക്റ്റ് ഇവിടെ വീണതായിട്ട് ഓൾറെഡി കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ താഴെ ഈ ഒരു ഭാഗത്ത് റെക്റ്റാങ്കുലർ ടു പോളാർ ആണോ കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അത് റെക്റ്റാങ്കുലർ ടു പോളാർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. കണ്ടല്ലോ, സിമ്പിളായിട്ട് ആ ഒരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളറുകൾ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാം. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട്, ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, ഈ ഒരു ലെയറും വേറെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ലെയറിൻ്റെ കളർ മാറ്റാം. ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ്റെ ഒരു പാനൽ വരും. അതിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ഹ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ഏത് കളർ വേണോ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. കണ്ടല്ലോ. അത് മാത്രമല്ല, ഇത് ഓക്കെ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലും നിങ്ങൾക്ക് കളർ മാറ്റാം. ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് കളറുണ്ട്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടി പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ആ കളർ അങ്ങ് ഫില്ലാവും. അതിവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാം. അത് വേണ്ടെങ്കിൽ ഇവിടെ ഫോർഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് നമ്മൾ ബ്ലാക്ക് ആക്കുവാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് പിന്നും ബക്കറ്റ് എടുത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട്
ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സിമ്പിളായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എന്തൊക്കെയായാലും കമൻ്റ് ആയിട്ട് ഇടുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.